നമസ്കാരം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആം ആദ്മി പാർട്ടി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കൊച്ചുകുട്ടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ആം ആദ്മി പാർട്ടി പിറവിയെടുത്തത് 2012 നവംബർ 26 മാത്രമായിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന പൊതുപരിപാടിയിലാണ് ആം ആദ്മി പാർട്ടി എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനുമൊക്കെയായ മനീഷ് സിസോദിയയ്ക്കായിരുന്നു ഈ പേര് പ്രഖ്യാപിക്കാനുള്ള നിയോഗമുണ്ടായിരുന്നത്. ഇന്ന് ആം ആദ്മി പാർട്ടി അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിയുടെ മാസ്റ്റർ ബ്രെയിനായ മനീഷ് സിസോദിയ ജയിലിലാണ് എന്ന കാര്യം ആ പ്രതിസന്ധിക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയെ സജീവമാക്കാൻ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാൻ പര്യടനങ്ങൾ തുടർന്നപ്പോൾ ദില്ലിയിലെ ഭരണം മുഴുവൻ മനീഷ് സിസോദിയയുടെ കൈകളിൽ ഭദ്രമായിരുന്നു. സിസോദിയ കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ സഞ്ജയ് സിംഗ് ആയിരുന്നു. പക്ഷേ മനീഷ് സിസോദിയയുടെ അറസ്റ്റിന് പിന്നാലെ, അതായത് ഒക്ടോബർ മാസത്തോടുകൂടി 2023 ഒക്ടോബറോടുകൂടി സഞ്ജയ് സിംഗും ജയിലിലായി. ഈ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒന്നുമില്ലാത്ത പാർട്ടി ഇനി ആരുടെ കൈകളിലാവും എന്ന വലിയ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. പാർട്ടി രൂപീകരിച്ച് അധികം വൈകാതെ തന്നെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ ഉപേക്ഷിച്ചു പോയവരാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും. നമുക്കറിയാം, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവർക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ ശബ്ദം ഉയർത്തിയതോടുകൂടിയാണ് ഈ യോഗേന്ദ്ര യാദവും അതിനോടൊപ്പം തന്നെ പ്രശാന്ത് ഭൂഷണും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇതിനുശേഷം യോഗേന്ദ്ര യാദവ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നുവെങ്കിൽ പോലും അത് അമ്പേ പരാജയമായിരുന്നു. മാത്രമല്ല, പ്രശാന്ത് ഭൂഷൺ രാഷ്ട്രീയം തന്നെ വിട്ട നിലയിലുമാണ്. ആം ആദ്മി പാർട്ടി മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളുടെ പേരുകൾ കൂടി ഇവിടെ ഉയർന്നു കേൾക്കാം. ഗോപാൽ റായിയും കൈലാഷ് ഗെലോട്ടും. ഈ നേതാക്കളുടെ മാത്രം പേരുകൾ പരാമർശിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ആം ആദ്മി പാർട്ടി മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളുടെ പേരും ഇതിനിടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗോപാൽ റായിയുടെയും കൈലാഷ് ഗെലോട്ടിന്റെയുമാണ്. അതിനുശേഷമുള്ളത് ആം ആദ്മി പാർട്ടിയിലെ മന്ത്രിയായ അതിഷി മർലേന തന്നെയാണ്. പിന്നെയുള്ളത് നടി പരിണീതി ചോപ്രയുടെ ഭർത്താവും രാജ്യസഭാ അംഗവുമായ രാഘവ് ചദ്ധയും ഒക്കെ തന്നെയാണ്. ഇവരൊക്കെ ജനപ്രീതിയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളുമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി എന്ന നിലയിൽ സജീവമായി കേൾക്കാൻ തുടങ്ങിയ പേര് അതിഷിയുടേത് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ചിത്രത്തിലേക്ക് വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ച സുനിത കെജ്രിവാൾ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി ദില്ലിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും നേതാക്കൾ ഒരുപാട് പേർ ഉണ്ട് എങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നട്ടൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ ആ പാർട്ടിക്ക് മുന്നിൽ പിന്നെ രണ്ട് നിയോഗമേ ഉള്ളൂ. ഒന്നുകിൽ തകർന്നടിയുക, അല്ലെങ്കിൽ പിളർപ്പിലേക്ക് നീങ്ങുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല. നമുക്കറിയാം ശിവസേനയുടെ ഒരു തലവിധി എന്തായിരുന്നുവെന്ന്. അവിടെ ബാൽ താക്കറെ പോയതോടുകൂടി ശിവസേനയുടെ കെട്ടും മട്ടും പോയി. അതിന് തൊട്ടു പിന്നാലെ പാർട്ടി പിളരുകയും ചെയ്തു. ഇപ്പോൾ ഉദ്ധവ് താക്കറെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ചില വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ശിവസേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ശിവസേനയുടെ ശബ്ദമോ കരുത്തോ ഒന്നും തന്നെ ആ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല. കാരണം മറ്റൊന്നുമല്ല, പിളർന്ന് രണ്ടായതോടുകൂടി പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നിരവധി നേതാക്കളുണ്ട്. ഇവരൊക്കെ അധികാര മോഹവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തലവര എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കുകയില്ല. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായ സുനിത കെജ്രിവാളിന് ഒരു ഈസി എൻട്രി ലഭിക്കുമോ എന്ന കാര്യം കൂടി വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സുപ്രധാന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഉടൻ തന്നെ ദില്ലിയുടെ ഭരണം ആരിലേക്ക് പോകുമെന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.